അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടിത്തന്നതാണ് മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ അടരാടി നേടി തന്നതാണ് മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയത നാടതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയത നാടതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരല്ലേ. ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരല്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. നിസ്കാര തഴമ്പിന്റെ നന്മ ഏറും നാട്ടില് നൈർമല്യമേകും ചന്ദന പൊട്ടിന്റെ. കേരള മാപ്പിള കലാ അക്കാദമി ബഹ്റൈൻ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ കൈമയർ 5 വർഷം പൂർത്തിയാക്കിയ അക്കാദമി സേവന വീതിയിൽ അപൂർവ ശോഭയോടെ ജ്വലിച്ചു നിൽക്കുന്നു. കലയുടെ പരമമായ ലക്ഷ്യം നന്മയുടെ സംസ്ഥാപനമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. സ്നേഹവും സാഹോദര്യവും മതസൗഹാർദ്ദവും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ മുഖമുദ്രയായി ഞങ്ങളുടെ ഉദാത്ത ലക്ഷ്യങ്ങൾക്ക് സഫലമേകാൻ സഹൃദയ കേരളം ഊഷ്മള സ്നേഹത്തിന്റെ ആശീർവാദനങ്ങൾ ചൊരിയുന്നു. കേരളീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ മധുരം ചൊരുത്തിയ ഇശൽ തേനറകളുടെ സംരക്ഷണം ജാഗ്രതയോടെ ഞങ്ങൾ ഏറ്റെടുത്തു. ഇന്നിന്റെ തലമുറകൾക്ക് നഷ്ടപ്പെട്ടേക്കാവുന്നതും നാളെയുടെ തലമുറകൾക്ക് അന്യമാക്കാവുന്നതുമായ ഒരു മഹൽ സംസ്കൃതിയുടെ ഉദാത്ത മൂല്യങ്ങളാണ് നാം ജീവവായു നൽകി ഉത്തേജിപ്പിക്കുന്നത്. സ്നേഹവും സഹവർത്തിത്വവും സമർപ്പണ മനസ്സും പൂത്തറയുന്ന ഇശലിന്റെ ഈ തീരത്ത് മനസ്സുകൾക്ക് ചേർത്ത് വെച്ച് നമുക്ക് ആരംഭിക്കാം. ബഹ്റൈൻ കേരള മാപ്പിള കലാ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ സ്നേഹദൂത് ആരംഭിക്കുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നത് ബഹ്റൈൻ ചാപ്റ്റർ ജനറൽ സെക്രട്ടറി ജനാബ് ഷംസുദ്ദീൻ വെള്ളികുളങ്ങര. ദൃശ്യപ്രപഞ്ചത്തിന്റെ പാരന്തികാർത്ഥവും സച്ചിദാനന്ദ സ്വരൂപവുമായ പരമേശ്വരന്റെ കരുണാകടാക്ഷം നമ്മളിൽ സദാ വർഷിക്കുമാറാകട്ടെ. കേരള മാപ്പിള കലാ അക്കാദമിയുടെ സാരഥിയും മലയാളക്കരയിൽ മാനവികതയുടെ സന്ദേശവുമായി വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലേക്ക് സാമുദായിക സംഘർഷങ്ങളുടെ കലാപത്തിന്റെ പുകച്ചുരുളുകൾക്കിടയിലൂടെ മാനവികതയുടെ മഹത്തായ സന്ദേശവുമായി മാപ്പിള കലാ അക്കാദമിയെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇഷ്ടപ്പെട്ട പ്രഭാഷകനും കൂടിയായ ആദരണീയനായ PH അബ്ദുല്ല മാസ്റ്റർ അവർകളെ, മാപ്പിള കലാ അക്കാദമിയുടെ ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് PPM കുനിങ്ങാട്, ട്രഷറർ P അബ്ദുൽ ഹമീദ്, സഹഭാരവാഹികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന ബഹ്റൈനിലെ മലയാളി സമൂഹത്തിന്റെ സജീവമായ കൂട്ടായ്മകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ,
സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, മാപ്പിള കലാ അക്കാദമിയുടെ ബഹ്റൈൻ ചാപ്റ്റർ വളരെ തിരക്ക് പിടിച്ച് സംഘടിപ്പിച്ച ഒരു സ്നേഹദൂതിന്റെ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. എന്റെ ദൗത്യം നിങ്ങളെയൊക്കെ ഈ വേദിയിലേക്ക് നിറഞ്ഞ മനസ്സോടുകൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എന്റെ സ്വാഗത ഭാഷണം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, കേരളത്തിൽ മതത്തിന്റെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ കൊടി മാറിപ്പോയതിന്റെ പേരിൽ ആളുകളെ കളങ്ങളിലേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബന്ധങ്ങൾക്ക് പോലും, മാന്യമായ ഇടപെടലുകൾക്ക് പോലും മടിക്കുന്ന വളരെ ദുഷ്കരമായ ഒരു സാമൂഹിക ദുരവസ്ഥ നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നിലനിൽക്കുന്നു എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കലയിലൂടെ, കലാസംരംഭങ്ങളിലൂടെ, കേവലം വിനോദോപാധി മാത്രമല്ല കലയും സാംസ്കാരിക പ്രവർത്തനങ്ങളുമെന്നും അത് മനുഷ്യരിലേക്ക് നന്മയുടെ സന്ദേശം പ്രചരിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച ഉപാധിയാണെന്ന തിരിച്ചറിവിലൂടെയാണ് മാപ്പിള കലാ അക്കാദമി കേരളത്തിലെ പൊതുസമൂഹത്തെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം. കല കലക്ക് വേണ്ടി എന്നുള്ള ഒരു വാദമാണ് നിലവിലുള്ളത്. അതിനപ്പുറം കലയുടെ കൂട്ടായ്മകൾ, അതിനുവേണ്ടി എത്തിച്ചേരുന്ന സമൂഹത്തെ, സഹോദരന്മാരെ, സഹോദരിമാരെ മാനവികതയുടെ മൂല്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പരസ്പരം സ്നേഹത്തിലൂടെ, ശാന്തിയിലൂടെ, സമാധാനത്തിലൂടെ എങ്ങനെ ഇടപെടണമെന്ന് ആ ഒരു സന്ദേശം, മാനവികതയുടെ സന്ദേശമാണ് മാപ്പിള കലാ അക്കാദമി കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ മാത്രം ഒതുങ്ങുന്നില്ല. പ്രവാസിയുടെ ഉത്ബുദ്ധ ചിന്തകളിൽ കൂടി മാനവികതയുടെ സന്ദേശം വരണമെന്ന നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് മാപ്പിള കലാ അക്കാദമി അത്തരം സ്നേഹ സംവാദങ്ങളിൽ വിവിധ ഗൾഫ് നാടുകളിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ വിജയകരമായ ആ ഒരു സന്ദേശം ബഹ്റൈന്റെ മണ്ണിലും നൽകണമെന്ന അദമ്യമായ ആഗ്രഹമാണ് ഈ സ്നേഹദൂതിൽ സംഘടിപ്പിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക. കലകൾ അതിന്റെ രൂപങ്ങളിൽ അവതരിപ്പിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ പലപ്പോഴും എല്ലാ മനുഷ്യരിലും ജന്മദത്തമായ സർഗവാസനകളുണ്ട്. അത് പരിപോഷിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ആ സാഹചര്യങ്ങളിൽ പലപ്പോഴും അതിന് പ്രോത്സാഹനം ലഭിക്കാത്തതിന്റെ പേരിൽ കൂമ്പടഞ്ഞു പോകുന്ന സർഗവാസനകൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുക പ്രവാസികളിലാണ്. അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം പലപ്പോഴും ലഭിക്കാറില്ല. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ബഹ്റൈനിലെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്നേഹദൂത് സംഘടിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വേദിയിലേക്ക് നിങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥി ഈ സ്നേഹദൂതിൽ സ്നേഹ സന്ദേശം നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആദരണീയനായ PH അബ്ദുല്ല മാസ്റ്റർ അവർകളെ മാപ്പിള കലാ അക്കാദമി ബഹ്റൈൻ ചാപ്റ്ററിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിൽ അധ്യക്ഷ ഭാഷണം നടത്തുന്നത് അക്കാദമിയുടെ പ്രസിഡന്റ് ആദരണീയനായ PPM കുനിങ്ങാട് അവർകളാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ബഹ്റൈൻ ചാപ്റ്ററിന്റെ സ്നേഹോപഹാരം മാപ്പിള കലാ അക്കാദമി പ്രസിഡന്റ് PH അബ്ദുല്ല മാസ്റ്റർക്ക് നൽകുന്നത് ഞങ്ങളുടെ കമ്മിറ്റിയുടെ ട്രഷറർ P അബ്ദുൽ ഹമീദ് സാഹിബാണ്. അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നത്. അതോടൊപ്പം ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹ്റൈനിലെ മലയാളി സമൂഹത്തിനിടയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, മലയാളി സംഘടനകളുടെ നായകത്വത്തിലിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെയൊക്കെ എല്ലാവരെയും പേര് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ആദരണീയരായ മുഴുവൻ നേതാക്കന്മാരെയും മാപ്പിള കലാ അക്കാദമിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ തുറന്ന മനസ്സോടുകൂടി, നിറഞ്ഞ ഹൃദയത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ മാപ്പിള കലാ അക്കാദമിയുടെ കേരള സംസ്ഥാന പ്രസിഡന്റ് PH അബ്ദുല്ല മാസ്റ്റർ അവരുടെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള രാഷ്ട്രീയ സാംസ്കാരിക കലാരംഗത്തെ പ്രഗത്ഭന്മാര്, വ്യവസായ രംഗത്തെ പ്രഗത്ഭന്മാര്, വാർത്താ മാധ്യമ രംഗത്തെ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കലാപ്രേമികൾ,
ബഹ്റൈൻ മാപ്പിളക്കലാ അക്കാദമി നമ്മുടെ നാട്ടിലെ അക്കാദമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗൾഫിലെ ഒരു ശാഖയാണ്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വമ്പിച്ച പരിപാടി ഇവിടെ വെച്ചുകൊണ്ട് കേരളത്തിലെ മാപ്പിളപ്പാട്ടിൻ്റെ ചക്രവർത്തിയായ മൂസ അരഞ്ഞോളിക്ക് ഇശൽ രാജാ പട്ടം നൽകിയ ഒരു സംഭവം നടക്കുകയുണ്ടായി. ഈ 7 വർഷത്തെ